ജീവിതത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കാതെ വെറുതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നതിൽ യാതൊരു കാര്യവുമില്ലെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു നോവലാണ് സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യൻ്റെ ആമുഖം എന്ന നോവൽ. നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരാമുഖം എഴുതുകയാണ് ഈ നോവൽ. തച്ചനക്കര എന്ന ഗ്രാമത്തിൻ്റെ 100 വർഷത്തെ ചരിത്രം വൈകാരികതയുടെ മുറുക്കിക്കെട്ടിയ പാലത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ തച്ചനക്കര കേരളമായി മാറുകയാണ്. മൂല്യങ്ങളെല്ലാം കൈയൊഴിഞ്ഞ് ആർത്തിയൊട്ടും തീരാതെ മരണത്തിലേക്ക് കിതയ്ക്കുന്ന പുത്തൻ കാലത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇന്നലെയിൽ നിന്ന് ഇന്ന് എങ്ങനെയായി എന്ന് നോവൽ വരച്ചു കാണിക്കുന്നുണ്ട്. മനുഷ്യനെക്കുറിച്ചുള്ള ദാർശനികമായ ഒരു അന്വേഷണവും നോവലിൽ കാണാൻ സാധിക്കും. തച്ചനക്കരയിലെ അയ്യാട്ടുംപള്ളി എന്ന നായർ തറവാട്ടിലെ ഇളമുറക്കാരനായ ജിതേന്ദ്രനിലൂടെയാണ് നോവൽ വികസിക്കുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 ഭാഗങ്ങളായാണ് നോവൽ എഴുതപ്പെട്ടിരിക്കുന്നത്. കല്ലിൽ കൊത്തിയെടുത്തതുപോലുള്ള അനേകം കഥാപാത്രങ്ങൾ, അത്യന്തം വികാരതീക്ഷ്ണതയുള്ള എത്രയോ ജീവിത മുഹൂർത്തങ്ങൾ, ഇല്ലുറപ്പുള്ള ഭാഷ, അസാധാരണമായ വിധം ചൈതന്യവത്തായ ഇമേജുകൾ, മനുഷ്യ അവസ്ഥയുടെ വിഭിന്ന മുഖങ്ങൾ എന്നിങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഈ നോവലിൽ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തിലെ ഏക സുനിശ്ചിതമായ സത്യം മരണമാണ്. ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇന്നുകളിൽ ജീവിക്കാതെ വെട്ടിപ്പിടിച്ചതൊക്കെയും അവശേഷിപ്പിച്ച് അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ രംഗബോധമില്ലാതെ ആ മരണം കടന്നു വരിക തന്നെ ചെയ്യും. മനുഷ്യൻ്റെ ആമുഖം എന്ന പുസ്തകം മനുഷ്യജീവിതത്തിലെ നശ്വരതകളിലേക്കും കാമനകളിലേക്കും അവയുടെ അർത്ഥത്തിലേക്കും അർത്ഥമില്ലായ്മകളിലേക്കും നിസ്സഹായതകളിലേക്കും ഒക്കെ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. തച്ചനക്കരയിലെ അയ്യാട്ടുംപിള്ളിയിലെ നാറാപ്പിള്ളയുടെ കൊച്ചുമകനായ ജിതേന്ദ്രൻ തൻ്റെ പ്രണയിനിയായ ആൻമേരിക്ക് എഴുതുന്ന കത്തുകളിലൂടെ അവയുടെ വിശകലനങ്ങളുടെയും അവ എഴുതിയ സാഹചര്യങ്ങളിലൂടെയും കേരളത്തിലെ ഒരു സാധാരണ കുടുംബ കാഴ്ചയും തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് മാറി വരുന്ന മാറ്റലുകളും അനശ്വരതകളും നശ്വരതകളും പ്രണയവും കാമവും സ്നേഹവും ഒക്കെ വ്യത്യസ്തമായൊരു ശൈലിയിൽ കഥാകൃത്ത് നോവലിൽ അവതരിപ്പിക്കുന്നു. കേരള സമൂഹത്തിൽ ദൃശ്യതലത്തിലും സത്തയിലും സംഭവിച്ച മാറ്റങ്ങൾ ഒരു ഗ്രാമത്തിൻ്റെ ചൂടും ചൂരും നിറഞ്ഞ ചിത്രങ്ങളിലൂടെ കഥാകൃത്ത് കോറിയിടുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ്. കാലപ്രവാഹത്തിൽ എന്തെല്ലാം ഒലിച്ചു പോയാലും പരിണാമങ്ങളുണ്ടായാലും പുരോഗമനങ്ങളെ വാരിപ്പുണർന്നാലും സങ്കുചിതത്തിൻ്റെ അടയാളങ്ങൾ പൂർണ്ണമായും മായ്ച്ചു കളയാൻ മലയാളിക്കാവില്ല എന്ന ആത്യന്തികമായ യാഥാർത്ഥ്യത്തെ ഈ പുസ്തകം അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഈ കൃതി മനുഷ്യൻ്റെ പൊള്ളത്തരങ്ങളിലേക്കും ഇരുട്ടുകളിലേക്കും അനുവാചകനെ കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ കണ്ണു തുറപ്പിക്കുവാനുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത്. പുരുഷാർത്ഥങ്ങളെ സരളമായി ഓർമ്മിപ്പിക്കുന്നതാണ് സുഭാഷ് ചന്ദ്രൻ്റെ നോവൽ ഘടന. 72 അധ്യായങ്ങളെ 40ആയി സംഗ്രഹിച്ചുകൊണ്ട് കാവ്യാത്മകത വർദ്ധിപ്പിക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. കഥയുടെ അന്ത്യമാണ് നമ്മൾ വായിച്ചു തുടങ്ങുന്നത്, പര്യന്തം. ഓരോ അധ്യായവും ജിതേന്ദ്രൻ്റെ ശിഥിലമോ വ്യതിതമോ ആയ കുറിപ്പുകളോടെയാണ് ആരംഭിക്കുന്നത്. 100 വർഷത്തിൻ്റെ കഥ പറയുന്ന നോവലിൽ 100നോടടുത്ത് കഥാപാത്രങ്ങളെയും കാണാൻ സാധിക്കും. അയ്യാട്ടുംപിള്ളിയിലെ വംശപരമ്പരയുടെ കഥയിൽ നാറാപ്പിള്ള എന്ന നാരായണപിള്ള, അയാളുടെ മകനായ ഗോവിന്ദൻ്റെ പൗത്രനായ ജിതേന്ദ്രൻ എന്നിവരിലൂടെയാണ് കഥാവൃക്ഷം വേരിറക്കുന്നത്. ധർമ്മം എന്ന ആദ്യ ഭാഗത്തിൽ തച്ചനക്കര എന്ന ഗ്രാമവും അവിടുത്തെ അയ്യാട്ടുംപിള്ളി എന്ന കുടുംബവും നാറാപ്പിള്ളയിൽ തുടങ്ങുന്ന തലമുറകളുടെ കഥയും അവതരിപ്പിക്കുന്നു. നാറാപ്പിള്ളയുടെ കുടുംബചരിത്രം, അയ്യാട്ടുംപിള്ളിയുടെ മേൽവിലാസം ഇങ്ങനെ വന്നു എന്നതിൽ തുടങ്ങി അയാളുടെ വംശാവലിക്ക് ജന്മം നൽകിയ കുഞ്ഞുമ്മയുടെ ദാരുണമായ മരണത്തിൽ ചെന്ന് ഈ ഭാഗം അവസാനിക്കുകയാണ്. കുഞ്ഞുമ്മയുടെയും നാറാപ്പിള്ളയുടെയും അസാധാരണമായ കൂടിക്കാഴ്ചയും അവരുടെ വിവാഹവും തുടർന്നുള്ള കുടുംബജീവിതവും ഈ ഭാഗത്ത് ആവിഷ്കരിക്കുന്നുണ്ട്. അതിനെല്ലാം ഇടയിൽ കേരളത്തിൻ്റെ രാജഭരണത്തിൽ തുടങ്ങുന്ന 25 വർഷത്തെ കേരള ചരിത്രത്തെയും സുഭാഷ് ചന്ദ്രൻ ആവിഷ്കരിക്കുന്നു. 2ാം ഭാഗമായ അർത്ഥത്തിൽ നാറാപ്പിള്ളയുടെ മക്കളുടെ ജീവിതത്തിൽ വന്നു ചേർന്ന മാറ്റങ്ങളാണ് കാണാൻ സാധിക്കുക. ഗോവിന്ദൻ്റെ ചോത്തിപ്പെണ്ണുമായുള്ള വിവാഹവും പങ്കജാക്ഷനും കല്യാണിക്കുട്ടിയമ്മയുമായുള്ള പ്രണയവിവാഹവും ഇതിനെ തുടർന്നുണ്ടാകുന്ന വിവാദങ്ങളും ചിന്നമ്മയുടെയും കൂട്ടുകാരുടെയും അതിരുകടന്ന കുസൃതികളും ചിന്നമ്മയുടെ വിവാഹവും ജിതേന്ദ്രൻ്റെ ജനനവുമെല്ലാം 2ാം ഭാഗത്തിൽ അവതരിപ്പിക്കുന്നു. കേരള രാഷ്ട്രീയത്തെ അടിമുടി സ്വാധീനിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഫലങ്ങളും 2ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. 3ാം ഭാഗമായ കാമത്തിൽ വികസനങ്ങളുടെ കടന്നുവരവാണ് ആഖ്യാനം ചെയ്തിരിക്കുന്നത്. വൈദ്യുതിയും റോഡ് ടാർ ചെയ്തു തുടങ്ങിയതും അയ്യാട്ടുംപിള്ളിയിലെ ഓരോ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളിലൂടെ ആവിഷ്കരിക്കാനാണ് നോവലിസ്റ്റ് ശ്രമിച്ചിരിക്കുന്നത്. 3ാം ഭാഗത്തിൻ്റെ അവസാന അധ്യായത്തിൽ തൻ്റെ തെറ്റുകളുടെയും പാപങ്ങളുടെയും ശിക്ഷ എന്ന രീതിയിൽ നാറാപ്പിള്ള സ്വയം വരുത്തിവെക്കുന്ന മരണത്തെയും ചിത്രീകരിക്കുന്നുണ്ട്. നഗരവൽക്കരണത്തിൻ്റെയും
വികസനത്തിൻ്റെയും കടന്നുവരവ് മനുഷ്യജീവിതത്തെ എപ്രകാരമെല്ലാം സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ആവിഷ്കാരമാണ് 3-ാം ഭാഗത്തിൽ നോവലിസ്റ്റ് നടത്തിയിരിക്കുന്നത്. 4-ാം ഭാഗമായ മോക്ഷം ജിതേന്ദ്രനിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അയാളുടെ ആത്മകഥകളെ കൂടുതൽ വെളിപ്പെടുത്തുന്നു. പ്രണയ നൈരാശ്യവും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും നിറഞ്ഞു നിന്ന ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ പ്രണയത്തിൻ്റെ കുളിരണയിച്ച് ആൻമേരി കടന്നു വരുന്നു. ശേഷം അവരുടെ ജീവിതത്തെയും ജീവിക്കാൻ തുടങ്ങവേ അവർ നേരിട്ട പല ദുർഘടമായ സന്ദർഭങ്ങളെയും ഈ ഭാഗത്തിൽ കാണാൻ സാധിക്കും. പര്യന്തം എന്ന ഈ അവസാന ഭാഗം നോവലിൻ്റെ പ്രാരംഭം എന്ന ഭാഗത്തിൻ്റെ തുടർച്ചയാണ്. പര്യന്തം എന്ന ഭാഗത്ത് ജിതേന്ദ്രൻ്റെ മരണശേഷമുള്ള സംഭവങ്ങളാണ് വിവരിക്കുന്നത്. കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നിന്ന് പറഞ്ഞു തുടങ്ങുന്ന തച്ചനക്കരയുടെ കഥ തച്ചനക്കരയുടേത് മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ അലയൊലി കൊണ്ട മാറ്റങ്ങളുടെ കഥയാണ്. സ്വന്തം ജീവിതത്തിന് ഒരർത്ഥം കണ്ടെത്താൻ ശ്രമിക്കാതെ വെറുതെ ജീവിച്ചു മരിക്കുന്നവനായി തീർന്നിരിക്കുന്ന മനുഷ്യർക്കിടയിൽ ഒരുവൻ മാത്രമാണ് താനും എന്ന തിരിച്ചറിവ് ജിതേന്ദ്രനുമുണ്ടായിരുന്നു. വലിയ മനുഷ്യനെ സൃഷ്ടിക്കാനാകാതെ കുഴങ്ങുന്ന നമ്മുടെ കാലത്തെ പറ്റിയുള്ള ഒരു ആദ്യ കൂടിയാണ് മനുഷ്യരുടെ ആമുഖം എന്ന നോവൽ. നോവലിലെ കഥാപാത്രങ്ങൾ ആരും ചരിത്രം രചിക്കുന്നതിനോ സ്വന്തം കാലത്തെ അടയാളപ്പെടുത്തുന്നതിനോ തയ്യാറായിരുന്നില്ല. മറിച്ച് സ്ഥലകാലങ്ങളുടെ ആഘാതമേറ്റ് അവർ സ്വയം പരുവപ്പെടുകയായിരുന്നു. സ്വന്തം ശരീരത്തെക്കുറിച്ച് അവർ ചിന്തിച്ചതേയില്ല. ഓരോരുത്തർക്കും അവരവരുടെ ശരീരത്തുകൾ തന്നെയായിരുന്നു വലുത്. മനുഷ്യനെ ജിതേന്ദ്രൻ ഒരു കത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്: ഓരോ മനുഷ്യനും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കൊച്ചു കുഞ്ഞാണ്. ജീവിതത്തിൻ്റെ ഉത്സവപ്പറമ്പിൽ പുരുഷാരത്തിൻ്റെ കോലാഹലത്തിനിടയിൽ നിന്ന് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കരയുന്ന കുട്ടി. മനുഷ്യൻ്റെ നാനാമുഖങ്ങളായ ജീവിതത്തിൻ്റെ പച്ചയായ പൊളിച്ചെഴുത്തിലൂടെ സുഭാഷ് ചന്ദ്രൻ ഓരോ വായനക്കാരൻ്റെയും ഉള്ളിൽ അവനവൻ്റെ തന്നെ ജീവിത യാഥാർത്ഥ്യങ്ങളും ആത്മസംഘർഷങ്ങളുമാണ് അനുഭവപ്പെടുത്തുന്നത്. 100 വർഷത്തെ കേരള സമൂഹത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയ സാംസ്കാരിക തലങ്ങളെ ചിത്രീകരിക്കുന്ന നോവൽ സമൂഹത്തിലെ മാറുന്ന കാഴ്ചപ്പാടുകളെയും അഭിരുചികളെയും ആവിഷ്കരിക്കുന്നുണ്ട്. മാറുന്ന കാലത്തിനൊത്ത് മാറുന്ന ജനങ്ങളും പൊള്ളയായ മിഥ്യാബോധങ്ങളെ വച്ചു പുലർത്തുന്ന ചുരുക്കം ചില സമൂഹങ്ങളും അന്നും ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നുവെന്ന് തച്ചനക്കര എന്ന ഗ്രാമത്തെയും ജിതേന്ദ്രൻ എന്ന വ്യക്തിയെയും അയ്യാട്ടംപിള്ളി എന്ന കുടുംബത്തെയും കേന്ദ്രീകരിച്ച് നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നുണ്ട്. വിശപ്പ്, പ്രണയം, രതി, കോപം, പക, വാശി എന്നിവയെല്ലാം ഉള്ളവരാണ് സുഭാഷ് ചന്ദ്രൻ്റെ കഥാപാത്രങ്ങൾ. വിദ്യ, സംസ്കാരം, വിവേകം എന്നിവയേക്കാൾ മനുഷ്യനെ പരുവപ്പെടുത്തുന്നതും അടയാളപ്പെടുത്തുന്നതും ഈ വികാരങ്ങളാണെന്ന ചിന്ത മനുഷ്യരാമുഖം എന്ന നോവൽ പങ്കുവയ്ക്കുന്നുണ്ട്. ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് ഇതുപോലെ ഒരു ആമുഖം മാത്രമാണുള്ളത്. എന്നാൽ അത് തിരിച്ചറിയുന്നത് ജിതേന്ദ്രനെ പോലെ ചുരുക്കം ചിലർ മാത്രമാണ്. തിരിച്ചറിയുന്നവർ ഭീരുക്കളും പരതന്ത്രരുമായി മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു. ജീവിതം പൂർണ്ണമാകുന്നത് വംശവർധനയിലൂടെ മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ വളരെ ശാന്തമായിരുന്ന് തൻ്റെ കുറിക്കുകൊള്ളുന്ന പ്രയോഗങ്ങളിലൂടെയും വാക്കുകളിലൂടെയും നോവലിസ്റ്റ് പരിഹസിക്കുന്നുണ്ട്. അതിനുദാഹരണമാണ് ധീരനും സ്വതന്ത്രനും സർവോപരി സർഗാത്മകനുമായ ഒരു മനുഷ്യ ശിശു 60-70 വർഷം കൊണ്ട് ഭീരുവും പരതന്ത്രനുമായി തീർന്ന് സ്വന്തം സൃഷ്ടിപരത വംശവൃദ്ധിക്ക് വേണ്ടി മാത്രം ചിലവിട്ട് ഒടുവിൽ വൃത്തവേഷം കെട്ടി വലിയൊരു കുട്ടിയായി മരിച്ചു പോകുന്നതിനെയാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവളെ, മനുഷ്യനായി പിറന്നതിൽ എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല എന്ന വാക്യം. വർഷങ്ങൾക്ക് മുൻപ് അജ്ഞാതനായ ഒരാൾ ആലുവ UC കോളേജിലെ ഒരു ക്ലാസ് മുറിയിലെ ബോർഡിൽ ജീവിതത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് എഴുതുമ്പോൾ ആ വാക്യം ആൻമേരി എന്ന യുവതിയുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവാകുമെന്ന് അയാൾ പ്രതീക്ഷിച്ചതേയില്ല. പൂർണ്ണ വളർച്ചയെത്തും മുൻപേ മരിച്ചു പോകുന്ന ഒരേയൊരു ജീവിയാണ് മനുഷ്യൻ എന്ന് ഒരു കഷ്ണം ചൂക്കിലെഴുതപ്പെട്ട ആ വാക്കുകളാണ് ആൻമേരിയുടെ ജീവിതത്തിൻ്റെ തുടക്കവും ഒടുക്കവും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നോവലിൻ്റെ ആദ്യമധ്യാന്തം നിഴലിക്കുന്ന ആശയവും അതുതന്നെയാണ്.